നമസ്കാരം. ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നന്ദിയില്ലാത്ത, സ്ഥലകാല ബോധമില്ലാത്ത, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തൊന്നും നോക്കാത്ത തന്റെ സഹജീവികളെ, തങ്ങളുടെ കൂടപ്പിറപ്പുകളെ തിരിഞ്ഞു നോക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്ന് നടിച്ച് പോകുന്ന ഏതെങ്കിലും ഒരു പാർട്ടി നേതാക്കളും പാർട്ടി സംവിധാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അതിവിടെ കേരളത്തിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം സാധിക്കാത്ത ഒരു പാർട്ടിയൊന്നും അല്ല CPM. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വരുന്നത്. എന്റെ വീഡിയോ മുഴുവൻ കാണാതെ ആർക്കും കാര്യം മനസ്സിലാവില്ല. കണ്ണ് നനഞ്ഞല്ലാതെ, ഹൃദയം തകർന്നല്ലാതെ ഈ വീഡിയോ നിങ്ങൾ മനുഷ്യരാണെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവരാ. ഈ ഇന്ത്യയിൽ അതിനേക്കാളും വളരെ മോശം അവസ്ഥയിൽ പട്ടിണിയും പരിവട്ടവുമായി എന്ന് പറഞ്ഞാൽ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ. തെരുവോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ അറിയാമല്ലോ. ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ചെന്നൈയിൽ വലിയ പണക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ പണക്കാരുണ്ടായിരുന്നവർക്ക് ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടിയിട്ട് യാചിച്ചത്. അതിനേക്കാൾ കോടികൾ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തെരുവോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന പണക്കാരെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ അത്തരം ചില സ്ഥലങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ചോദിക്കും സ്വാഭാവികമായിട്ടും, ഈ പിണറായിസത്തിനും CPM-നും അതിൽ പങ്കുണ്ടോന്ന്? ഉണ്ട്. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അത് തന്നെ നമുക്കറിയാം. ഇറാനിലും ഇസ്രായേലിലും നടക്കുന്നത്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് നടക്കുന്നത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി അമേരിക്കയുണ്ട്. അമേരിക്കയും ഇസ്രായേലും എന്താണ്? ലോകത്ത് കൊല്ലാനും ചതിക്കാനും വേണ്ടി വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങൾ. ആ രണ്ട് രാജ്യങ്ങൾ ഇന്ന് സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു. അത് പല അർത്ഥത്തില്, നേരിട്ട് യുദ്ധത്തില് വെപ്പൺ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ പട്ടിണി കിടത്ത്, ഉപരോധം കൊണ്ട് മറ്റെല്ലാ രീതിയിലും ഒടുക്കിക്കൊണ്ടിരിക്കുന്നു. പറയുമ്പോൾ വിഷമം തോന്നരുത്. കാര്യം ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ആയതുകൊണ്ട് ഈ അമേരിക്കയെ പറയുമ്പോൾ പൊള്ളുന്ന കുറച്ചു പേര് ഇവിടെ ഉണ്ട്. അങ്ങനെ പൊള്ളുന്നവർ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. നിങ്ങൾക്ക് അറിയുമല്ലോ എന്ന് എനിക്കറിയില്ല. ഏതാനും ആഴ്ചകൾക്കല്ല, മാസങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയിൽ ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ട്രംപ്. ഡൊണാൾഡ് ട്രംപ് എന്നാണ് പേര്. ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ വരവിൽ ഇന്ത്യയെ ചേർത്ത് പിടിച്ചിട്ട് പിന്നീട് ഇപ്പോ ഈ ഇന്ത്യയെ ഒരു പട്ടിണി രാജ്യമാക്കി, അല്ലെങ്കിൽ അങ്ങേയറ്റം തുമ്പില്ലാതാകുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുന്ന പണക്കാരുടെ, കോടീശ്വരന്മാരെ നാടാക്കി മാറ്റാൻ. വാഹനങ്ങളൊന്നും ഓടില്ല, എണ്ണ ഉണ്ടാവില്ല, യാതൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചപ്പോ ആ പ്രതിസന്ധിയെ അതിശക്തം എതിർത്തുകൊണ്ട് അതിനെ അതിജീവിച്ച, പോടാ പുല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ അതിജീവിച്ച ഒരു ഭരണാധികാരിയുടെ നാടാണത്. നരേന്ദ്രമോദി എന്നാണ് പേര്. ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങളും മറ്റുള്ളവരുമെല്ലാം തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് മാറ്റിവെക്കാം. അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പറയുന്നുള്ള ആരോപണങ്ങളും മറ്റുമെല്ലാം മാറ്റിവെക്കാം. എങ്ങനെയാണ് നമ്മളിതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്. ഒരു കാലത്ത് ക്യൂബ എന്തായിരുന്നു? അമേരിക്കൻ ഉപരോധം, ഇന്ത്യക്ക് മേൽ അവർ ചുമത്തിയിട്ടുള്ള, ഇന്ത്യയെ കൂട്ടുകിട്ടാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ശ്രമങ്ങൾ ക്യൂബയുടെ മേൽ അവർ നടപ്പിലാക്കിയപ്പോ ക്യൂബ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ന് എവിടെ നിൽക്കുന്നു? അതുകൊണ്ടാണ് ഞാൻ CPM-നെ ആക്ഷേപിച്ചുകൊണ്ട് തുടങ്ങിയത്. കാരണം അവർക്ക് ഉത്തരവാദിത്വമില്ലേ? ക്യൂബയെക്കുറിച്ചും ചൈനയെക്കുറിച്ചും പറയാതെ CPM-നോട് നിലനിൽപ്പുണ്ടോ? ആ ക്യൂബയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയൂ. വളരെ ദുരന്തമാണ്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കിട്ടി. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം ഏതാണ്? വൈദ്യുതിയാണ്. വൈദ്യുതിയുടെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? വൈദ്യുതി എന്ന 15 മുതൽ 20 മണിക്കൂർ, ചിലയിടങ്ങളിൽ 40 മണിക്കൂർ വരെ തുടർച്ചയായി വൈദ്യുതി ഇല്ല. അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ചിലപ്പോൾ വൈദ്യുതി കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ 40ഉം 50ഉം മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത വളരെ ദുരന്തമായ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നാഴേക്ക് 40 വട്ടം ബൈക്കും കാറും എടുത്തുകൊണ്ട് തെരുവിലിറങ്ങുന്നവർ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അതിന് നമ്മുടെ ഇരുചക്ര വാഹനങ്ങൾ മുതൽ അങ്ങോട്ട് മേലോട്ട് ഫ്ലൈറ്റ് വരെയുള്ള മുഴുവൻ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ക്യൂബയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അവിടെ ഇന്ധനമില്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നില്ല. ഗതാഗത ചരക്ക് നീക്കങ്ങൾ നടക്കുന്നില്ല. എന്തിന്? വിമാന സർവീസ് പോലും അങ്ങോട്ട് നടക്കുന്നില്ല. വിമാന സർവീസ്, ഏതെങ്കിലും ഒരു വിമാനം ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പറക്കാനുള്ള ഇന്ധനമില്ല. ആ ഇന്ധനം ഇല്ലാത്തത് കൊണ്ട് ഒരു സർവീസും അങ്ങോട്ട് പോകുന്നില്ല. അതായത് ലോക രാജ്യങ്ങളിൽ നിന്ന് തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ക്യൂബ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളവും വൈദ്യുതിയും എണ്ണയും ഇല്ലാതെ വന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. രൂക്ഷമായ പട്ടിണിയായിരിക്കും, ഭക്ഷ്യക്ഷാമമായിരിക്കും പിന്നെ അവിടെ സംഭവിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാമിന് ഇവർക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ എത്തിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പണ്ട്
എത്യോപ്യയിലേക്ക് പിടിയേറി കൊടുത്തുവിട്ട സംസ്ഥാനമാണ് നമ്മുടേത്. അതായത് ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം പിടിയേറി സ്വീകരിച്ചുകൊണ്ട് ആ പിടിയേറി എത്യോപ്യയിലേക്ക് കയറ്റിവിട്ട എന്റെ ബാല്യകാലം ഞാനിന്ന് ഓർക്കുന്നുണ്ട്. CPM-ന്റെയും CPI-യുടെ ഒക്കെ അന്നത്തെ ആ ഒരു പരിശ്രമം. എന്നാൽ ഇന്ന് ക്യൂബയിലേക്ക് ആ പിടിയേറി കയറി പോകേണ്ട സമയം എന്നോ കഴിഞ്ഞു. അങ്ങോട്ട് എത്തിക്കാൻ കഴിയോ എന്നുള്ളത് വേറെ വിഷയമാണ്. അവിടെയാണ് അമേരിക്കയെ നമ്മൾ സംസാരിക്കേണ്ടത്. അതായത് ഒരു സാധനം അവിടെ ക്യൂബയിലേക്ക് എത്തിക്കാൻ അമേരിക്ക സമ്മതിക്കുന്നില്ല. അവർക്ക് വെള്ളം വേണ്ട, വൈദ്യുതി വേണ്ട, എണ്ണ വേണ്ട, യാതൊന്നും വേണ്ട. അവർ എപ്പോ കഴിക്കണം, എപ്പോ കുളിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അത് അമേരിക്കയാണ് തീരുമാനിക്കുന്നത്. ആ ഒരു അവസ്ഥ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇന്ത്യൻ സർക്കാരിനെ നമുക്ക് വാനോളം പുകഴ്ത്തേണ്ടി വരുന്നത്. ഇത്തരത്തിൽ ക്യൂബയുടെ ഒരു അവസ്ഥയിലേക്ക് വരും. അമേരിക്ക ഉപരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ആ ഉപരോധത്തിന് കൂട്ടുനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപരോധം നേരിടേണ്ടി വരുന്ന ആ രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതേ രീതി തന്നെയാണ് ഇന്ത്യയുടെ മേലെടുത്തത്. നിങ്ങൾ ഉപരോധിക്കുന്ന കുറെ കാര്യങ്ങൾ, അത്തരത്തിൽ ഒരു നേരിട്ട് ഉപരോധം അങ്ങോട്ട് തരാനുള്ള ഒരു ഗഡ്സ് അമേരിക്കയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് വളഞ്ഞ വഴിക്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ തീരുവതെ ഇത്ര കൂട്ടിയിരിക്കുന്നു. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാബു ജേക്കബ് പറഞ്ഞല്ലോ, സാബു ജേക്കബ് അമേരിക്കയിലൊക്കെ കയറ്റി വെച്ചിരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ നമ്മുടെ കേരള വിപണിയിൽ ലോക്കൽ മാർക്കറ്റിൽ ലഭ്യമായി. അതായത് വിപണി മുഴുവൻ ഏകദേശം സ്തംഭിച്ചു എന്ന് പറയാം. മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട അല്ലെങ്കിൽ പുതിയ ഇടങ്ങൾ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. കുറെ കാലം കൂടി ഇതങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റു ഭരണാധികാരികൾ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ നേരിട്ടതുപോലെ അയ്യോ പൊത്തോ ആകെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നുപോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എവിടെ എത്തുമെന്ന് അറിയൂ. നമ്മൾ അതിനെ അതിജീവിച്ചത് ഇവിടെ ഒരു ഭരണാധികാരി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ അത്തരത്തിൽ ഭരണാധികാരികളുടെ നിലപാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടിക്കാർക്ക് അതല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അതിൽ തന്നെ CPM ആയാലും CPI ആയാലും BJP ആയാലും ആര് തന്നെ ആയിരുന്നാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ, അതിലെ നേതാക്കന്മാരാരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് തന്നെ പറയണ്ടേ. രൂക്ഷമായ വിലക്കയറ്റമാണ് ക്യൂബയിൽ നടക്കുന്നത്. രൂക്ഷമായ എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് തീവിലയാ. രൂപയുടെ മൂല്യം താഴേക്ക് പോയി, ഒന്നും കിട്ടാനില്ല. രൂപയുടെ മൂല്യം അത്രത്തോളം ഇടിഞ്ഞതുകൊണ്ട് കെട്ടുകണക്കിന് പണം കൊണ്ട് കൊടുത്തിട്ടാണ് അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നത്. അതിന് കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ പാകം ചെയ്യാൻ നിവൃത്തിയില്ല. ഇവിടെ ഒരു ജലദോഷത്തിന്, ഒരു മൂക്കിപ്പനിക്ക് നമ്മൾ ആശുപത്രിയിലേക്ക് പാഞ്ഞു പോകും. ഒരു പനി വന്നാൽ 4 ദിവസം ക്ഷമിക്കാനുള്ള ഒരു ക്ഷമയൊന്നും നമുക്കില്ല. പക്ഷെ നമ്മൾ പാഞ്ഞു പോകും. എന്നാൽ ക്യൂബയിലെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ഇവിടുത്തെ മാരക രോഗങ്ങളുണ്ടല്ലോ, അത് ക്യൂബയിൽ അത് വരാതെ ഒന്നും ഇരിക്കില്ലല്ലോ. അവിടുത്തെ ഡയാലിസിസ് രോഗികളുണ്ട്, അവിടെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, മറ്റു രോഗികളുണ്ട്. അവർക്കൊന്നും ചികിത്സയില്ല, ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളില്ല, അതിനുള്ള ഉപകരണങ്ങൾ, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ഇല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും രോഗികളെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിലോ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ വാഹനങ്ങളില്ല, വൈദ്യുതി ഇല്ല, എണ്ണയില്ല, യാതൊരു സംവിധാനവുമില്ല. ആ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവിടേക്ക് എത്തിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്റെ ദുരിതം എന്ന് പറയുന്നത്. ഒരു രാജ്യം ഇത്രയധികം രൂക്ഷമായി പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? ഏതാണ്ട് 10-15% ജനങ്ങൾ ഇതിനോടകം തന്നെ ക്യൂബ വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ ഇവിടെ നിന്ന് പലായനം നടത്തി കഴിഞ്ഞു എന്ന്. നമ്മുടെ ഈ രാജ്യത്തിന്റെ അവസ്ഥ നോക്ക്. നമ്മൾ നാടുവിട്ടോണ്ട അവസ്ഥ വരില്ലായിരുന്നോ? എന്നാൽ ആ അവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്തി അതിനെ അതിജീവിക്കാൻ പറ്റിയില്ലേ? അവസാനം ട്രംപ് നമ്മുടെ വഴിക്ക് വരുന്നത് കണ്ടില്ലേ? അപ്പൊ ആ നിലയിൽ പറ്റുന്നില്ല ആ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്. ഇനി ഇവിടുത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം ക്യൂബന്റെ കാര്യങ്ങളും ചൈനയുടെ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് ഇവിടുത്തെ സഖാക്കളെങ്കിലും കുറെ പിടിയേരിയോ അല്ലെങ്കിൽ നെടിയേരിയോ എന്തെങ്കിലുമൊക്കെ പിരിച്ചെടുത്തിട്ട് കുറച്ച് എത്തിച്ചു കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. പക്ഷെ അവരത് അറിഞ്ഞ മട്ടില്ല. ഇവിടെ എങ്ങനെയാണ് VD സതീശനെ മുലകിരുത്തുക, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് തെക്കോട്ട് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഭ്യമായ വിവരം അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 4 ദിവസമാക്കി പ്രവർത്തനം ചുരുക്കി എന്നാ പറയുന്നത്. വൈദ്യുതിയും വെള്ളവും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് പ്രവർത്തനം ചുരുക്കിയിരിക്കുന്നു. സ്കൂളുകളും മറ്റ് സർവകലാശാലകളും ഒക്കെ അടച്ചിടുക. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അത് വളരെ അത്യാവശ്യമല്ലല്ലോ, പിന്നീട് നമുക്ക് ചെയ്യാം എന്നുള്ള ലെവലിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. സർവ്വ മേഖലകളും സ്തംഭിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് മാരക രോഗങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഈ ഒരു സന്ദർഭത്തിൽ വലിയ നഗരങ്ങളുണ്ട്. ആ നഗരങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടുകയാണ്. അത് നീക്കം ചെയ്യാനുള്ള വാഹനങ്ങളില്ല, ആ വാഹനങ്ങളിൽ അടിക്കാനുള്ള എണ്ണയില്ല. അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം അവിടെ നടക്കുന്നില്ല. നമ്മുടെ ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ അവിടെയും ഇവിടെയും 2-3 കെട്ട് തൂക്കിയിടുമ്പോ, അല്ലെങ്കിൽ ഞെളിയമ്പറമ്പിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്നപ്പോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാലിന്യം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ മാലിന്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒച്ചമ്പിളി നായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ. എന്നാൽ ഒരു രാജ്യത്തെ മാലിന്യം മുഴുവൻ റോഡരികിൽ ഗതാഗത സ്തംഭനം വരുന്ന വിധത്തില് വാഹനം ഓടുന്നില്ലല്ലോ. എന്നാൽ പിന്നെ ആ റോഡിൽ വേസ്റ്റ് ഇട്ടേക്കാം, വേറെ മാർഗമില്ല. കാര്യം മാലിന്യം തള്ളാൻ ഒരു മാർഗമില്ല.
ആ മാലിന്യം കൊണ്ട് സംസ്കരിക്കാൻ മാർഗമല്ല, എടുത്തുകൊണ്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല. ആ ഒരു അവസ്ഥയിൽ ഇനി വരാൻ പോകുന്ന എന്താണ്? മാരക രോഗങ്ങളാണ് ഇനി വരാനുള്ളത്. ക്യൂബയെ കാത്തിരിക്കുന്നത് അതിമാരകമായ അവസ്ഥയാണ്. ഏതൊരു രാജ്യത്തും ഇത്രയധികം പ്രതിസന്ധികൾ വരുമ്പോ ഭരണാധികാരികളെ കുറ്റം പറഞ്ഞുകൊണ്ട് ജനം തെരുവിലിറങ്ങാറുണ്ട്. പക്ഷെ അവിടെ ജനം തെരുവിലിറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത്തരത്തിൽ ഇറങ്ങുന്ന പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപരോധം കടുപ്പിക്കുക. അതല്ലാതെ അവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എവിടെന്നെങ്കിലും അങ്ങോട്ട് വരണ്ടേ? വെനിസ്വല എന്നാണ് സഹായമൊക്കെ വന്നിരുന്നത്. വെനിസ്വലന്റെ ഇപ്പോഴത്തെ കാര്യം കട്ടപ്പുകയായതോടുകൂടി അങ്ങോട്ട് യാതൊരു സഹായങ്ങളും എത്തുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ ചിലർക്കൊക്കെ അങ്ങോട്ട് എണ്ണ എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. അതായത് അവരുടെ നിത്യജീവിതവും മറ്റു കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്ക സമ്മതിക്കില്ല. നിങ്ങൾ അവർക്ക് എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കാട്ടുമെന്ന് പറയാണ്. അതായത് ഞാൻ അവനെ കൊണ്ട് മിണ്ടുന്നില്ല, അതുകൊണ്ട് നീ മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് മിണ്ടൂല എന്ന് മാത്രമല്ല നിന്നെ ചവിട്ടൂന്ന് പറയാം. അപ്പൊ പേടിച്ചിട്ട് ഈ അമേരിക്കയെ പേടിച്ചിട്ട് മറ്റുള്ളവര് ക്യൂബയ്ക്ക് സഹായം എത്തിക്കുന്നില്ല. അങ്ങനെ ഒരു ദുരന്തം കൂടി ഉണ്ട് ഇവിടെ. ഇനി ആരെങ്കിലും ആ ഉപരോധത്തെ മറന്നുകൊണ്ട് എണ്ണ എത്തിക്കാൻ വല്ല ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടയും. പിന്നെ അതിന്റെ ഇൻഷുറൻസ് പരിരക്ഷ, അതിനെയൊക്കെ അമേരിക്ക തടയാണ്. അതായത് ഭീകരവാദത്തെ സഹായിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ആ ഒരു പട്ടികയിൽ ഇങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, ക്യൂബയുടെ മേൽ എന്തൊക്കെ ഉപരോധങ്ങൾ ചെയ്യാൻ പറ്റൂ, മറ്റുള്ളവരെ എങ്ങനെ കൂട്ടി നിർത്താൻ പറ്റും, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ക്യൂബയുമായി ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ മറ്റു രാജ്യങ്ങൾ ധൈര്യപ്പെടും. അവർ ധൈര്യപ്പെടില്ല. കാരണം അവരുടെ പണം സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ വിദേശ നാണ്യം, നമുക്കറിയാമല്ലോ, വിദേശ നാണ്യം ഇല്ലാതെ ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ നടക്കില്ല. ക്യൂബയെ സംബന്ധിച്ചിടത്തോളം വിദേശ നാണ്യം ഇല്ല. ഡോളറോ അല്ലെങ്കിൽ മറ്റെന്തോ അവർക്കില്ല. അവിടെ ഉള്ളതൊക്കെ കഴിഞ്ഞു. അവരുടെ മൂലധനം കഴിഞ്ഞു. മൂലധനം എന്ന് പറഞ്ഞ പുസ്തകം മാത്രമാണ് ഇപ്പൊ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം മറ്റു രാജ്യങ്ങൾ, ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരേണ്ടതാ. ടൂറിസ്റ്റുകൾ വരുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റുന്ന യാതൊരു ഉറപ്പുമില്ല. പതിറ്റാണ്ടുകളായിട്ട് നീണ്ടു നിൽക്കുന്ന ഉപരോധം, ആ ഉപരോധത്തിൽ വെനിസ്വേല മാത്രമാണ് ക്യൂബയെ സഹായിച്ചുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ എണ്ണ സൗജന്യമായിട്ടും കുറഞ്ഞ വിലയ്ക്കും ഒക്കെ വെനിസ്വേല എണ്ണ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ വെനിസ്വേല ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ടത് നടക്കുന്നില്ല. ആ ഒരു തിരിഞ്ഞുനോട്ടം ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മാത്രമല്ല, വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായി. വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നില്ല. ആ പ്രതിസന്ധിയെ മറികടക്കാനിട്ട് അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കാനോ കൊടുക്കാനോ അമേരിക്കയോട്ട് സമ്മതിക്കുന്നുമില്ല. ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യമുണ്ട്. ഇവിടെ ഇപ്പോ അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യം ഉപരോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും, നമ്മളൊരു തേങ്ങയും ചെയ്യാനില്ല എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കുന്നു, ആന്ധ്രയിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നു. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പച്ചക്കറി ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഉൽപാദനം നടക്കുന്നുണ്ട്. ആ ഉൽപാദനം നടക്കുന്നത് കൊണ്ട് അതിന് കാളവണ്ടി കെട്ടിയിറക്കിയായാലും അത് രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് എത്തും. ഏതെങ്കിലും വിധത്തിൽ ഭക്ഷണം കഴിക്കും. ഇനി ഗ്യാസ് ഇല്ല എന്നുണ്ടെങ്കിലും വിറകുള്ളത് കൊണ്ട് അങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നമ്മൾ കിടക്കില്ല. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനുള്ള പണം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു പോകും. അതായത് പട്ടിണി കിടക്കൂല എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടാവും. പക്ഷെ ക്യൂബയുടെ അവസ്ഥ അതല്ല. അവിടുത്തെ കൃഷി, അതുപോലെ മറ്റ് ഭക്ഷ്യ ഉൽപാദന മേഖലകളെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വൈദ്യുതി വേണം, അതുപോലെ എണ്ണ വേണം, മറ്റെല്ലാം വേണം. അതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പൊ തദൈവയാണ്. കാരണം പൊതുമേഖലയിലെ ഉൽപാദനം, ആ ഉൽപാദനത്തിന് പുറമെ ഇറക്കുമതിയാണ് ക്യൂബ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇറക്കുമതിയിലൂടെയാണ് അവർ അന്നം കഴിച്ചിരുന്നത്. ആ ഇറക്കുമതി മുടങ്ങിയില്ലേ? പിന്നെ അവിടുത്തെ ആഭ്യന്തര ഉൽപാദനം കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ അവർക്ക് കഴിയും. അതായത് രൂക്ഷമായ പട്ടിണിയിലാണ് ഇപ്പോൾ ആ രാജ്യം. പണ്ടൊക്കെ ടൂറിസം മേഖലയിലൂടെ കുറച്ച് വരുമാനം വന്നിരുന്നു, ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെന്നിരുന്നു. എന്നാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം, ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള യുദ്ധം, ആ കാരണത്താൽ അവിടെ ടൂറിസ്റ്റുകളും വരുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം, നമ്മളൊക്കെ പറയുമല്ലോ ഇറാൻ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ മുസ്ലിം വിരോധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിരോധമോ വർഗീയ വിരോധമോ കൊണ്ട് അമേരിക്ക അന്ധമായി പിന്തുണയ്ക്കുന്ന എന്റെ മാന്യ മഹാജനങ്ങൾ ഓർക്കണം. അവർക്ക് ജാതി മതമൊന്നുമില്ല. അവരതിന് കാരണം പറയുന്നതേ ഉള്ളൂ. നാളെ ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും ശ്രീലങ്ക ആയാലും മറ്റേത് രാജ്യമായാലും അമേരിക്കയ്ക്ക് ഒന്ന് തന്നെയാ. ഇപ്പോ ഈ ക്യൂബയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മളോട് കാണിക്കില്ല എന്നുണ്ടോ? ഇപ്പൊ കാണിച്ചതല്ലേ, അടുത്ത് നമ്മളോട് കാണിച്ചതല്ലേ. നമ്മളതിന് നിന്നു കൊടുക്കില്ല, നമ്മൾ അതിന്റെ അപ്പുറം നോക്കും, അതിനോളം നമ്മൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഭരണാധികാരികൾ കാണിച്ചത് കൊടുത്തുകൊണ്ടല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കൊമ്പത്ത് കയറൂലേ. ഇവിടെ ക്യൂബയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇടതുപക്ഷത്തിന്റെ, അത് പറയാൻ കാരണം ക്യൂബയെ ചൂണ്ടി ചൈനയെ ചൂണ്ടി സംസാരിക്കുന്ന നമ്മുടെ CPM നേതാക്കൾ, ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ ഇനിയെങ്കിലും ക്യൂബയെ ഒന്ന് കാണണം. ക്യൂബയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. പണ്ട് എത്യോപ്യയിലേക്ക് പിടിയേരി വാങ്ങിക്കൊടുത്തു വിട്ടല്ലോ എന്നതുപോലെ ഇവിടെ നിന്ന് ഇവിടുത്തെ സഖാക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം മുന്നിട്ടിറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് അവരെ ഒന്ന് ആ കെണിയിൽ നിന്ന് തൽക്കാലത്തേക്ക് എന്തെങ്കിലും പിടിച്ചു നിർത്താൻ ഒരു സഹായമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം. പണ്ട് ചെയ്തതൊന്നും മറന്നിട്ടുണ്ടാവുമല്ലോ.
അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവരെ നന്നാക്കലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം സ്വന്തം സഹോദരങ്ങളെ, ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവിടെ ഇവിടെ കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ, അത് എടുത്തു പോയിക്കൊണ്ടിരിക്കുക. അതുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇന്ന് ഏതൊക്കെ കോലത്തിലായി എന്നറിയാം. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ക്യൂബ. ആ ക്യൂബയുടെ അവസ്ഥ ഇതാണ്. അപ്പൊ ആ ക്യൂബയെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം, അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം, ഞങ്ങളുണ്ട് നിങ്ങളോട് കൂടെ എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ പിണറായി സഖാവിനടക്കമുള്ളവർക്കുണ്ട്. അവരത് ചെയ്യുന്നില്ല. അതായത് ക്യൂബയെ അവർ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. അത് ക്യൂബയിലെ ജനങ്ങൾ ചത്തൊടുക്കട്ടെ എന്ന് കരുതുന്നത് കൊണ്ടാണോ, അതോ ഇനി ചൈന മാത്രം മതി എന്ന് പറയുന്നത് കൊണ്ടാണോ, അത് കേരളത്തിലെ ഈ ഇട്ടാവട്ടങ്ങളിലെ ഇത്രയും കാലം ജനങ്ങളെ, സഖാക്കളെ, CPM അണികളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ക്യൂബയെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം, ക്യൂബയുടെ പേരിൽ ധാരാളം ധോരണികൾ നടത്തിയിട്ടുള്ള CPM-ന് ഉത്തരവാദിത്വമുണ്ട്. അവർ വൈകിയെങ്കിലും കണ്ണു തുറക്കുമെന്ന് പ്രത്യാശിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.